നമസ്കാരം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മളിവിടെ ആ പ്രോബ്ലത്തിന്റെ അടുത്തൊരു ബി പാർട്ട്, അതായത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനിലും കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിലും എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നത്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫോർ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത് എന്താണ്, ഉടനെ തന്നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അപ്പോൾ വരുന്ന ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? അതാണ് കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസ് പ്രൈസിൽ, ഓപ്പൺ മാർക്കറ്റിൽ നടത്തുന്ന പർച്ചേസ് പ്രൈസിൽ എന്തുണ്ട്, ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് പേയ്മെന്റ് നടത്തുന്നതായിട്ട് അവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അത് നോക്കൂ നിങ്ങൾ, ഈ ജനറൽ എൻട്രി കാണാൻ നിങ്ങൾക്ക് പേയ്മെന്റ് എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള. ആ ബാങ്ക് അക്കൗണ്ടിൽ 97 into 100, അതായത് 97 റുപ്പീസ് ആണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുവാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. ആ 97 തന്നെയാണ് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, എടുത്തിട്ടുള്ളൂ പേയ്മെന്റ് ആയിട്ട്. എന്നാൽ അത് കാരണം എന്താണ്, കം ഇൻട്രസ്റ്റ് ആണ് അല്ലെ? കം എന്ന് പറഞ്ഞാൽ ഈ പേയ്മെന്റ് ഈ 97-ൽ എന്തുണ്ട്, നമ്മുടെ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നില്ല. എന്നാൽ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ 97 എന്ന് പറഞ്ഞ ആ എമൗണ്ടിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻട്രസ്റ്റ് പോർഷനും കൂടി അവർക്ക് കൊടുക്കണമല്ലോ. അതായത് എക്സ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട്, കാരണം എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റും കൂടി ഡിബഞ്ചർ ഹോൾഡർക്ക് അവകാശമുണ്ട്. അപ്പൊ ആ എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന 97 എന്ന് പറഞ്ഞ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഇൻട്രസ്റ്റ് പോർഷൻ അതിലേക്ക് ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന്റെ കേസിലായിരുന്നു. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോബ്ലം ഞാൻ സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെ, ക്വസ്റ്റ്യനിൽ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണ്. പക്ഷെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങിയിട്ടുള്ള ഒരു ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ആണ് എങ്കിൽ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷന്റെയും കം ഇൻട്രസ്റ്റ് കൊട്ടേഷന്റെയും ജേർണൽ എൻട്രിയിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യില്ല, ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യില്ല അല്ലെ? നമ്മൾ റെഡീം ചെയ്യുന്ന, അതായത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങിയ ഡിബഞ്ചർ പിന്നീട് ഒരു സമയത്ത് മെച്യൂരിറ്റി ഡേറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു ഡേറ്റിലോ എന്ത് ചെയ്യും, അതിനെ ക്യാൻസൽ ചെയ്യും. ആ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിബഞ്ചർ എന്ന് പറഞ്ഞ 6% ഡിബഞ്ചറിനെ നമ്മൾ ഒഴിവാക്കുള്ളൂ. അപ്പൊ ആ ഡിബഞ്ചറിനെ എപ്പോഴാണ് റെഡീം ചെയ്യുന്നത്, ആ ഒരു സമയത്ത് മാത്രമേ എന്തും അതുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഡിബഞ്ചറിനെ വാങ്ങി അപ്പോൾ തന്നെ റെഡീം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നുള്ള എൻട്രി ആ വാങ്ങുന്ന സമയത്ത് വരുന്നത്. അതിനുള്ള കാരണം നമ്മൾ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുകയും അത് ഉടനെ തന്നെ ക്യാൻസൽ ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, എന്നാൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് നടത്തുന്ന കേസിൽ ഡിബഞ്ചറിനെ നമ്മൾ റെഡീം ചെയ്യുന്നത് പിന്നീട് വേറൊരു ഡേറ്റിലാണ്, അപ്പോഴല്ല അല്ലെ? ചിലപ്പോൾ വേറൊരു മെച്യൂരിറ്റി ഡേറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഇയറിന്റെ എൻഡിലായിരിക്കാം. അങ്ങനെ ഒരു വേറൊരു ഡേറ്റിനായതുകൊണ്ട് നമ്മൾ പർച്ചേസ് നടത്തുന്ന ഡേറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നുള്ള എൻട്രി ചെയ്താൻ പറ്റില്ല, കാരണം അവിടെ റിഡംഷൻ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പം ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോ ഇത് നമ്മുടെ നേരത്തെ എൻട്രി ആണ്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ആണ് നടക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ആ പർച്ചേസ് എന്താണ്, നമ്മുടെ തന്നെ ഡിബഞ്ചർ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഓൺ ഡിബഞ്ചർ എന്ന് വിളിക്കാം അല്ലെ? അപ്പോൾ ഓൺ ഡിബഞ്ചർ, ഓൺ 6% ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെ, ഡെറ്റർ, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. എന്താ ഡിബഞ്ചർ അക്കൗണ്ട് പേരെന്താണ്? 6% ഡിബഞ്ചർ അക്കൗണ്ട്, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ടു ബാങ്ക്. ഇത് തന്നെയാണ് ഇവിടെ എൻട്രി വരിക. ഓക്കെ, കം ഇൻട്രസ്റ്റ് കൊട്ടേഷനും ആണ്. അപ്പൊ എൻട്രിയിൽ നമ്മളിപ്പോ മാറ്റം വരുത്തിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് മാറ്റം വരുത്തിയത്? നേരത്തെ എഴുതിയിരുന്നത് ക്യാൻസലേഷന്റെ എൻട്രി ആവുന്ന സമയത്ത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതി. അതിന് എഴുതാനുള്ള കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മുടെ ക്രെഡിറ്റ് ബാലൻസിൽ ഉണ്ടായിരുന്ന ആ 6% ഡിബഞ്ചറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ ഡെബിറ്റ് ചെയ്തു, അതിനെ ക്യാൻസൽ ചെയ്യാണ്. പക്ഷെ ഇവിടെ നമ്മൾ ക്യാൻസലേഷൻ നടത്തുന്നില്ല. ഇവിടെ എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആയതുകൊണ്ട് ഒരു അസറ്റ് ക്രിയേഷൻ ആണ് ഈ എൻട്രിയുടെ അർത്ഥം, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ദെൻ എന്താണ്, കൂടാതെ ഡിബഞ്ചറിൽ നിന്നും അറൈസ് ചെയ്തിട്ടുള്ള ഡിബഞ്ചറും ഉണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതുന്ന, നമ്മൾ ഇങ്ങനെ ഒരു എൻട്രി എഴുതുന്ന സമയത്ത് ഈ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആകുമ്പോൾ എന്താ അതിന്റെ അർത്ഥം, നമ്മുടെ
ഈ 97 എന്ന് പറയുന്ന ഈ പർച്ചേസ് നമ്മൾ നൽകിയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് പ്രൈസിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? നമ്മുടെ ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പം ഈ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ഈ ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. എത്ര രൂപ ആണ് നമുക്ക് ചെലവായത് എന്നുള്ളതല്ല, നമുക്ക് യഥാർത്ഥത്തിൽ ആ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ആ ഡിബഞ്ചറിന് എത്ര രൂപ ചെലവ് വന്നു അത് എഴുതിയാൽ മതി. ഓക്കെ, അതായത് അപ്പം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഡിബഞ്ചറിന്റെ വിലയല്ല, ആ ഡിബഞ്ചറിന് അത്രയും കാലം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചതിന് നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ട് ആണ്. പക്ഷേ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൽ യഥാർത്ഥത്തിൽ ആ ഡിബഞ്ചറിന്റെ വില എത്രയേ ഉള്ളൂ? ആ ഇൻട്രസ്റ്റ് ലെസ് എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കം ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 97 ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അതിന് നേരെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ എഴുതാന്നുള്ളത്. ഇപ്പൊ നമ്മളിവിടെ എഴുതുന്നത് എന്താണ്? നമുക്കറിയാം നമ്മൾ കമ്പനി നൽകുന്നത് എത്രയാണ്? എത്ര രൂപ കമ്പനി നൽകുന്നത്? കമ്പനി നൽകുന്നത് 100 ഡിബഞ്ചറിന് 97 രൂപയാണ് നമ്മുടെ കമ്പനി നൽകുന്നത്. 100 ഡിബഞ്ചറിന് 97 രൂപ. ഓക്കെ, അത് ആ 100 ഡിബഞ്ചറിന് 97 രൂപ കമ്പനി നൽകുന്നുണ്ട്, പക്ഷെ അത് ഇൻട്രസ്റ്റും കൂടി ചേർന്നിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ അതിന്റെ യഥാർത്ഥ കോസ്റ്റ് എന്താണ്? ആ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക? -100 ചെയ്യുക. അപ്പോൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ട് വേണം അതിന് നേരെ എമൗണ്ട് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എത്രയാ? എമൗണ്ട് എങ്ങനെ കണ്ടുപിടിച്ചത്? 100 ഡിബഞ്ചർ ആണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങുന്നത്. ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ നമ്മൾ ഓൾറെഡി വാങ്ങുന്നത് 100 ഡിബഞ്ചർ ആണ്. കം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നൽകുന്ന 97 എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ വാങ്ങുന്ന സമയത്ത് ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ നിന്നും എന്ത് ചെയ്യണം? ഈ ഇൻട്രസ്റ്റ് പോർഷൻ, അതായത് കം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് 97 ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് ആ ഇൻട്രസ്റ്റ് പോർഷൻ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ അതാണ് 90 ഇൻറ്റു 97 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കൊടുക്കുന്ന എമൗണ്ട്, അതിൽ നിന്നും ഇൻട്രസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ആണ് ഇതിന് നേരെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എത്ര വരിക? 90 ഇൻറ്റു ഇത് പറയുന്ന സമയത്ത് 90 ഇൻറ്റു 97, അതായത് 9700 100 പോയാൽ 9800 വരും. ഓക്കെ, അല്ല 9600 വരും. 9600. ക്ലിയർ? ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എത്ര വരും? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ടിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി ആ വർക്കിംഗ് നോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് അല്ലെ? 2 മാസമാണ് ഇവിടെ എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത്. സോ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ എത്രയാണ്? 100 രൂപയാണ്. അപ്പൊ അതിന് നേരെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നേരെ എന്ത് ചെയ്യുക? 100 കാണിക്കുക, 100. ഓക്കെ, ദെൻ ടു ബാങ്ക് അക്കൗണ്ടിന് നേരെ എന്ത് ചെയ്യണം? നമ്മൾ എത്രയാണ് ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുള്ളത്? ആക്ച്വലി കൊടുക്കുന്നത് ഒരു ഡിബഞ്ചറിന് 97 രൂപ വെച്ചിട്ട്, അപ്പോൾ 9700 ആയിരിക്കും ബാങ്ക് അക്കൗണ്ടിന് നേരെ വരിക. ക്ലിയർ? ഇനി ഇത് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്നുള്ള കാര്യം എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക? ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഈ ഡിബഞ്ചറിനെ പിന്നീട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഒന്നുകിൽ അതിന്റെ മെച്യൂരിറ്റി ഡേറ്റിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡേറ്റിനായിരിക്കും ക്യാൻസൽ ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്താണ് ഇതിന്റെ യഥാർത്ഥ വില? നമുക്കറിയാം 16 രൂപയാണ്. കമ്പനി എന്താണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയത് എത്രയാണ്? 9600 രൂപയ്ക്കാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഓരോ പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അത് അപ്പൊ ആ ഒരു എൻട്രി വരുന്നത്, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എൻട്രി വരുന്നത് ക്യാൻസലേഷൻ സമയത്തായിരിക്കുമെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കിയേ നിങ്ങൾ. അടുത്ത കേസ് എന്താണ്? അടുത്ത കേസ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷന്റെ കേസിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ നമ്മൾ ഡിബഞ്ചർ വാങ്ങുകയാണെങ്കിൽ എന്ത് എൻട്രി ആയിരിക്കും വരിക? സെയിം അല്ലെ? ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഓൺ ഡിബഞ്ചറിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ക്ലിയർ? എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് നമ്മൾ വാങ്ങിയിട്ടുള്ള നമ്മുടെ ഇതിൽ എന്തില്ല, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ പേയ്മെന്റിൽ എന്തില്ല? ഇൻട്രസ്റ്റ് പോർഷൻ ഇല്ല. ഓക്കെ, അതായത് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും നമ്മൾ വാങ്ങുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, 97 എന്ന് പറഞ്ഞ എമൗണ്ട്, ആ 97 എന്തില്ല? ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതുന്ന സമയത്ത് നമുക്കറിയാം
ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതുമ്പോൾ ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡ് അല്ലാത്ത എമൗണ്ട് ആണ് എഴുതേണ്ടത് അല്ലേ? കാരണം എന്താണ്, ഇൻട്രസ്റ്റ് പോർഷൻ ചേർന്ന് കഴിഞ്ഞാൽ അത് കോസ്റ്റ് പ്രൈസ് അല്ല. ഓക്കെ, അത് ടോട്ടൽ പ്രൈസ് ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതേണ്ടത്. അത് നമുക്കറിയാം എത്രയാണ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതുന്ന സമയത്ത് ഈ എക്സ് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത നമ്മുടെ 97 നമ്മൾ നൽകുന്ന 97 എന്ന് പറയുന്ന, അതായത് ഒരു ഡിബഞ്ചറിന് 97 രൂപയാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് നമ്മുടെ കമ്പനി നൽകിയിട്ടുള്ളത്. ഓക്കെ, അതായത് ആ 97 രൂപയിൽ ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് അല്ല. ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് അല്ലാത്ത എമൗണ്ട് ആണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പൊ കം ഇൻട്രസ്റ്റിന്റെ കേസിൽ ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡ് അല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ഇൻട്രസ്റ്റ് പോർഷൻ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് -100 ചെയ്തിട്ടുള്ളത്. അതായത് ആ ഇൻട്രസ്റ്റ് നമ്മൾ ഒഴിവാക്കി. ഓക്കെ, ഇവിടെ നമ്മൾ -100 ചെയ്യേണ്ടി വരില്ല. കാരണം എന്താണ്, ഈ 97 എന്ന് പറയുന്ന എമൗണ്ട് എന്താണ്, ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ മൈനസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ക്ലിയർ? അപ്പോൾ എത്ര വരും? 100 ഇൻറ്റു 97 എന്ന് പറയുന്ന ആ എമൗണ്ട് ആയിരിക്കും എവിടെ? ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ വരിക. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? 100 ഇൻറ്റു 97 എന്ന് വരാനുള്ള കാരണം എന്താണ്? കാരണം ഇവിടെ എക്സ് ഇൻട്രസ്റ്റ് ആണ്. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നൽകുന്ന നമ്മുടെ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലാത്ത പ്രൈസ് ആണ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന്റെ നേരെ എഴുതേണ്ടത്. അതായത് കോസ്റ്റ് പ്രൈസ് ആണ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന്റെ നേരെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ അതുകൊണ്ട് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനിൽ നമ്മൾ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ നേരെ എമൗണ്ട് എഴുതുമ്പോൾ, ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എമൗണ്ട് എഴുതുമ്പോൾ. ഓക്കെ, അപ്പൊ എത്ര വരും? സെയിം എത്രയാണ്? 9700 അല്ലെ? 9700 വരും. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നത്? 100 രൂപയാണ്. 100 അങ്ങനെ എഴുതുക. ദെൻ നമ്മുടെ ആക്ച്വൽ പേയ്മെന്റ് എത്രയാണ്? ആക്ച്വൽ പേയ്മെന്റ് 97 രൂപയാണ് നമ്മുടെ ആക്ച്വൽ പേയ്മെന്റ്. പക്ഷെ അതിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് പേയ്മെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആക്കണം. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി 97 100 ഇൻറ്റു 97 പ്ലസ് 100 വിച്ച് മീൻസ് 9800. കാരണം എക്സ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തോന്നും നേരത്തെ പ്രോബ്ലത്തിൽ ബാങ്കിൽ 100 രൂപ കൂട്ടിയിട്ടില്ലല്ലോ അല്ലെ? തൊട്ട് മുമ്പത്തെ എൻട്രിയിൽ കം ഇൻട്രസ്റ്റ് എഴുതിയപ്പോൾ ബാങ്കിന് നേരെ 100 കൂട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കൂട്ടാത്തതിന്റെ കാരണം, ആ ബാങ്കിൽ എഴുതുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ബാങ്ക് ടു ബാങ്ക് എന്ന് എഴുതുന്ന സമയത്ത് ഇൻട്രസ്റ്റും കൂടിയും ചേർന്നിട്ടുള്ള എമൗണ്ട് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിന് നേരെ എഴുതുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ട് ആണ് എഴുതേണ്ടത്. ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുമ്പോൾ അതിന് നേരെ എഴുതേണ്ട എമൗണ്ട് എന്താണ്? നമ്മുടെ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം. പക്ഷെ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രിയുടെ നേരെ എഴുതേണ്ട എമൗണ്ട് എന്താണ്? ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം. കാരണം ഇൻട്രസ്റ്റും കൂടിയും കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് ഓക്കെ, അപ്പം ഈ പ്രോബ്ലത്തിൽ എന്താണ്, കം ഇൻട്രസ്റ്റ് ആവുന്ന കേസിൽ നമ്മുടെ ബാങ്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന എമൗണ്ടിൽ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ഇൻട്രസ്റ്റിനെ ആഡ് ചെയ്യാത്തത്. കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂഡഡ് ഇൻട്രസ്റ്റ് ഇൻ ദി പർച്ചേസ് പ്രൈസ്. പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആണെങ്കിലാണ് കം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 97 എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? 100നെ ആഡ് ചെയ്യാത്തത്. ഇവിടെ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്ക്ലൂഡഡ് ഇൻട്രസ്റ്റ് ഇൻ പർച്ചേസ് പ്രൈസ് എന്ന് പറയാം. പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ എക്സ്ക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബാങ്കിൽ നമ്മുടെ പേയ്മെന്റിൽ ആ ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് സെപ്പറേറ്റ് എടുത്ത് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? +100 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മാറ്റം വളരെ സിമ്പിൾ ആണ്. മാറ്റങ്ങൾ എന്താണെന്ന് നോക്കി പഠിക്കുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസും ക്യാൻസലേഷൻ പർപ്പസിനുള്ള ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിന്റെ പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പം ഇത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് സെയിം പ്രോബ്ലം നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ ക്യാൻസലേഷന്റെ പ്രോബ്ലമാണ് നേരത്തെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതേ പ്രോബ്ലം തന്നെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ ചെയ്യുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ 1-2 തവണ കണ്ടു നോക്കുക, എന്നിട്ട് മനസ്സിലാക്കി ചെയ്യുക. രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.